പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈ ഒരു നിമിഷത്തെ ഓർത്ത് നമുക്ക് ഓരോരുത്തർക്കും നന്ദി പറയാം. തിരുവരുളിക്കയുടെ സാന്നിധ്യത്തിൽ അവൻ്റെ കൂടെയായിരിക്കാനുള്ള വിളിയോട് ചേർന്ന് നമ്മൾ ഓരോരുത്തരും ഈ ഒരു കൃപയുടെ മണിക്കൂറിൽ പങ്കുചേരുമ്പോൾ തിരിച്ചറിയേണ്ടത് ഞാനും നീയും കുരിശിൻ്റെ കീഴിലാണെന്നുള്ള ബോധത്തിലാണ്. ഓർക്കുക, വിശുദ്ധ ഫ്രാൻസിസ് സാലിസ് പറഞ്ഞതുപോലെ ഓരോ കാൽവരിയും സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്കൂളാണെന്നാണ് പറയുക. അക്കാഡമി ഓഫ് ലവ്. കാൽവരി എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും താൻ എങ്ങനെ സ്നേഹിക്കണമെന്നതിന് ഏറ്റവും വലിയ മാതൃകയാണ് തൻ്റെ ജീവിതത്തിലൂടെ തമ്പുരാൻ നമുക്ക് തരുന്നത്. സ്നേഹമുള്ളവരെ, ഇന്ന് ഈശോയുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു നിമിഷം അവൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, എന്നെ കുരിശോളം അവിടുന്ന് സ്നേഹിച്ചു. ആ ഒരു സ്നേഹം അവിടെ തീർന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ദിവ്യ കുർബാന. ഈശോയുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ തിരിച്ചറിയണം എത്രത്തോളം തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും, കരുണ എന്ന് പറയുന്നത് ഒരു ആശയമല്ല, അതിനപ്പുറത്തോട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ മുഖമുദ്രയാക്കേണ്ട ഒരു കാര്യമാണെന്ന് തമ്പുരാൻ ഓരോ പ്രാവശ്യവും ഊന്നി പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇരു തിരുവരുളിക്കയുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വേദനകളും സഹനങ്ങളും എല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ ഒരു നിമിഷം അവൻ്റെ കൂടെയായിരിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, എത്രത്തോളം തമ്പുരാൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യം. പലപ്പോഴും നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ഈ ഒരു കാൽവരി അനുഭവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എല്ലാവരാലും ഒറ്റപ്പെട്ടും എല്ലാവരാലും അവഗണിക്കപ്പെട്ടും വേദനിപ്പിച്ചും മാറ്റി നിർത്തപ്പെട്ടും അപമാനങ്ങളും സഹനങ്ങളും എല്ലാം ഏറ്റുവാങ്ങുമ്പോൾ അതേ കാൽവരിയുടെ അനുഭവത്തിലൂടെ നമ്മളും കടന്നു പോകുന്നുണ്ട്. ആരാലുമില്ല എന്ന് ഉള്ളൊരു ബോധ്യത്തിൽ, അല്ലെങ്കിൽ അത്രത്തോളം ആശ്രയമില്ലാതെ പോകുന്ന നിമിഷത്തിൽ പലപ്പോഴും തമ്പുരാൻ അന്ന് പിതാവായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചതുപോലെ നമ്മളും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലും ആവർത്തിക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്ന് ഈശോയുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മളെ തന്നെ അവിടത്തേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹമുള്ളവർ തിരിച്ചറിയേണ്ടത്, ഈ സ്നേഹം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും നിർത്താനോ അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം ഒരിക്കൽ പോലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറ്റിവെക്കാനോ നമ്മളാർക്കും അവകാശമില്ല. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥം വളരെ ഭംഗിയായിട്ട് ആലേഖനം ചെയ്യുന്നതുപോലെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും കരുണയുള്ളവനായിരിക്കുമെന്ന് തമ്പുരാൻ നമ്മളോട് പറയുന്നുണ്ട്. അതൊരു ആഹ്വാനമല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ നമുക്ക് തരുന്ന ഒരു വിളിയാണെന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം ആ ഒരു ഹൃദയസ്പന്ദനം കരുണയാണെന്ന് തമ്പുരാൻ ആവർത്തിക്കുമ്പോൾ സ്നേഹമുള്ളവരെ തിരിച്ചറിയേണ്ടത്, ഒരു കരുണയുടെ മിഴിയോടുകൂടിയെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ വർത്തിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ ഒരു നിമിഷം ഈശോയുടെ മുമ്പിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് ചേർത്തുകൊണ്ട് വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ഈ ഒരു നിമിഷം നമ്മളായിരിക്കുമ്പോൾ നമ്മൾ തന്നെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. എത്രത്തോളം അവിടുന്ന് അനുഗ്രഹിച്ചു എന്നത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളൊരു ഉത്തരവാണ്. പക്ഷെ അതിനപ്പുറത്തോട്ട് ആ ഒരു അനുഗ്രഹിച്ച നിമിഷത്തെപ്പറ്റി എന്നെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ കരുണയുടെ മിഴിയോടുകൂടി എന്നെ ചേർത്ത് പിടിച്ച നിമിഷങ്ങളെപ്പറ്റി ഞാൻ ആരോടെങ്കിലും ഒരു വട്ടമെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സ്നേഹമുള്ളവരെ, ഈ ഒരു നിമിഷം ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ അവിടുന്ന് എപ്പോഴും നമ്മൾ ഓരോരുത്തരോടും ആവർത്തിക്കുന്നത് അവൻ്റെ കൂടെ ആയിരിക്കാനാണ്.
പ്രാർത്ഥന എന്ന് പറയുന്നതും ഏറ്റവും ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി അർത്ഥവത്താക്കുമ്പോഴും അതിൻ്റെ ഏറ്റവും വലിയ അർത്ഥവശവും അതുതന്നെയാണ്. എൻ്റെ കൂടെയായിരിക്കാൻ, അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും എൻ്റെ കൂടെ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ എന്ന് തമ്പുരാൻ ആവർത്തിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ജീവിതത്തിലെ ഏറ്റവും വലിയ വിളി എന്ന് പറയുന്നത് അവൻ്റെ കൂടെയായിരിക്കാനാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം തമ്പുരാൻ കരുണയോടെ മിഴിയോടുകൂടി ഒത്തിരിയേറെ പേരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നമ്മളും അതുപോലെ തന്നെ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. സമരിയാക്കാരുടെ ഉപമ പരിശോധിക്കുമ്പോൾ അവർ ദീപഞ്ചത്തിൻ്റെ ചോദ്യത്തിന് ഒരു ചോദ്യമായിട്ട് തന്നെ തമ്പുരാൻ ഉത്തരം കൊടുക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന മനുഷ്യരൊന്നടങ്കം അവനവരോട് കരുണ കാണിച്ചത് ആരോ അവനാണ് യഥാർത്ഥ അയൽക്കാരെന്ന് പറയുമ്പോൾ തമ്പുരാൻ ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്: നീയും പോയി അതുപോലെ തന്നെ ചെയ്യുക. സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എൻ്റെ അയൽക്കാരത് ഞാൻ തിരഞ്ഞെടുക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും ഞാൻ യഥാർത്ഥത്തിൽ അവർക്ക് ഒരു നല്ല അയൽക്കാരനായിട്ട് മാറിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ബന്ധങ്ങളെയും പരിശോധിക്കുമ്പോൾ ആ ഒരു വ്യക്തിബന്ധത്തിനപ്പുറത്തോട്ട് പൂർണ്ണമായ ഒരു വിളിയിൽ എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് ആകാൻ പറ്റിയിട്ടുണ്ടോ? പലപ്പോഴും ഒരു നല്ല അപ്പനായിട്ടോ, ഒരു നല്ല അമ്മയായിട്ടോ, നല്ല ഭാര്യയായിട്ടോ, ഭർത്താവായിട്ടോ, നല്ല മകനായിട്ടോ, മകളായിട്ടോ പലപ്പോഴും നമുക്ക് ആകാൻ പറ്റാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ തിരിച്ചറിയേണ്ടത് തമ്പുരാൻ നമ്മളോട് പറയുന്നത് പോലെ കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, മറിച്ച് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് യഥാർത്ഥ ശിഷ്യൻ. എന്താണ് ഈ ഒരു യഥാർത്ഥ വിളി? അത് കരുണയോടുകൂടി, ആ കരുണയുടെ മിഴിയോടുകൂടി നമ്മൾ ഓരോരുത്തരും ആയിരിക്കാനാണെന്നുള്ള കാര്യം നമുക്കെപ്പോഴും ഓർത്തെടുക്കാം. സ്നേഹമുള്ളവരെ, ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഈ കൊച്ചു നിമിഷങ്ങൾ എത്രത്തോളം അത് വിലയേറിയതാണെന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കറിയാം. എത്രത്തോളം അവിടെ നമ്മൾ അനുഗ്രഹിച്ചു അല്ലെങ്കിൽ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ഈ ഒരു നിമിഷം അവൻ്റെ കൂടെ ആയിരിക്കുന്ന ഈ കൊച്ചു നിമിഷങ്ങളിൽ സ്നേഹമുള്ളവരെ, നമ്മളെ തന്നെ തമ്പുരാന് വിട്ടുകൊടുക്കാം. നമ്മുടെ സർവവും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ചേർത്ത് വയ്ക്കുന്നതോടൊപ്പം ഈശോയെ ഞങ്ങളുടെ ജീവിതവും രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ഒത്തിരിയേറെ ഇടങ്ങളിൽ തമ്പുരാൻ ക്ഷണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോ കഥാപാത്രങ്ങളും ഓരോ ഉപമയിലൂടെ പ്രതിഫലിപ്പിക്കുന്ന ഓരോ ക്ഷണത്തിനും തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഒരു അർത്ഥം, സ്വർഗരാജ്യത്തിലേക്കുള്ള വിളി, അതൊരു ക്ഷണമാണ്. പക്ഷേ ഈ ഒരു ക്ഷണം സ്വീകരിക്കാതെ കടന്നു ചെല്ലുന്ന ഒരാളെ പോലും അതിൽ ഭാഗമാക്കുന്നില്ല. സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തിലും തമ്പുരാൻ പല ക്ഷണങ്ങളും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ വിശുദ്ധ കുർബാനയ്ക്ക് അണയുമ്പോൾ ഏറ്റവും യോഗ്യതയോടുകൂടി ആ ഒരു നിമിഷം അവൻ്റെ കൂടെ ആയിരിക്കാനുള്ള ക്ഷണമായിരിക്കാം. അല്ലെങ്കിൽ കുമ്പസാരത്തിനണയുമ്പോൾ പാപങ്ങളും തഴക്കദോഷങ്ങളും സ്വയമേ ഏറ്റുപറഞ്ഞുകൊണ്ട് ആ ഒരു സ്നേഹത്തിലേക്ക് തിരികെ രമ്യപ്പെടുത്താൻ തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നതാകാം. അങ്ങനെ ഓരോ നിമിഷവും നമ്മുടെ ഓരോ നിമിഷങ്ങളിലും തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നുണ്ട്. നമ്മുടെ നിമിഷങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ യാമങ്ങളിലും തമ്പുരാൻ നമ്മളെ ചേർത്ത് പിടിക്കുന്ന നിമിഷങ്ങൾ ഓർത്ത് തമ്പുരാനോട് നന്ദി പറയാം. ഈശോയെ, ഈ ഒരു നിമിഷം തന്നതിനെ ഓർത്ത്, നിൻ്റെ കൂടെ ആയിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുവദിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. സ്നേഹമുള്ളവരെ, കൃതജ്ഞതയോടുകൂടി ഒരു നിമിഷത്തെ ഓർക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ നിയോഗങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. വളരെ പ്രത്യേകമായിട്ട് ഓൺലൈനായിട്ട് ആൾക്കാർ ചേർത്ത് വയ്ക്കുന്ന എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഈശോയെ ഓരോരുത്തരെയും തൊട്ടനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായിട്ട് ആഗോള കത്തോലിക്ക സഭയെ തമ്പുരാൻ്റെ കൈകളിലേക്ക് ചേർത്ത് വയ്ക്കാം. നമ്മൾ ഓരോരുത്തരും നയിക്കുന്ന പരിശുദ്ധ പിതാവിനെയും എല്ലാ കർദിനാൾമാരെയും ബിഷപ്പുമാരെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും വിശ്വാസി സമൂഹമായി നമ്മൾ ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കാം. വളരെ പ്രത്യേകമായിട്ട് വിശ്വാസത്തിൻ്റെ പേരിൽ സഹനങ്ങൾ ഏറ്റുവാങ്ങുന്ന എല്ലാ മക്കളെയും ചേർത്ത് വയ്ക്കാം. ഈശോയെ, നിൻ്റെ കരുണയാൽ അവരോരോരുത്തരെയും പൊതിയിടമേ, നിൻ്റെ സ്നേഹത്താൽ അവരോരോരുത്തരെയും ചേർത്ത് പിടിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും ആരാണ്, എന്താണ് എന്നുള്ള കാര്യം. പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിമിഷങ്ങളിൽ
ദൈവത്തിന് മുമ്പിൽ സങ്കടത്തോടെ നിൽക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. വേദനയോടുകൂടി അവൻ്റെ മുമ്പിൽ വ്യാപരിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെട്ടേക്കാം. അവിടെ എല്ലാം ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ കൂടെ എൻ്റെ ദൈവം ഉണ്ട് എന്നുള്ള കാര്യമാണ്. എന്നെ കൈവിടാത്തൊരു ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം. അപ്പോൾ നമ്മൾ സർവവും സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു നിമിഷം അവിടുത്തെ കൂടെ നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം. സ്നേഹമുള്ളവരെ, ഈ ഒരു നിമിഷം നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും അർത്ഥനകളെല്ലാം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. ഓർക്കുക, എൻ്റെ ദൈവത്തിന് ഒരു പേരുണ്ടെങ്കിൽ അത് കരുണയാണ് എന്ന് പറഞ്ഞത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. തൻ്റെ ജീവിതത്തിലൂടെ അത്രത്തോളം ദൈവത്തെ അറിഞ്ഞ് മറ്റുള്ളവർക്ക് ആ ഒരു ദൈവത്തെ അറിയാൻ തൻ്റെ ജീവിതം മാറ്റിവെച്ച ഒരാൾ. സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ എനിക്കും ഈ ഒരു കരുണയെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു സ്നേഹത്തെ എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്നിലൂടെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് താഴ്ന്ന സ്വരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ദിവ്യകാരുടെ നാഥനാശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈശോയെ ആരാധന, ആരാധന. ആരാധന 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 യേശുനാഥാ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന, എന്നുമെന്നും